ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. പ്രിയപ്പെട്ടവരെ, 2 ദിവസം, അതായത് ഇന്നലെ ഇലക്ഷൻ ആയിരുന്നു, അതിന്റെ തൊട്ട് ദിവസം മുമ്പ് പിന്നെ പന്നിക്കണ്ടത്തിൽ ഗഫൂറിന്റെ ഒരു വീഡിയോ സ്റ്റേറ്റ്മെന്റ് ഞാനും അയാളും തമ്മിൽ നമ്മുടെ ഒരു ഡിബേറ്റ് നടത്തുകയുണ്ടായി. പക്ഷെ ആ ഡിബേറ്റില് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മാത്രം കട്ട് ചെയ്ത് ജനങ്ങൾക്കിടയിലിട്ട് വോട്ടാക്കാൻ ശ്രമിക്കുകയും പിന്നെ അതേപോലെ തന്നെ അതിന് മറുപടിയായി ഞാൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും മറച്ചു വെച്ച് ഒരു CPM-നെ പോലെ ഒരു വലിയ പാർട്ടി പിന്നെ ഒരു ഗൂഢതന്ത്രം പ്രയോഗിച്ച് ഇവിടെ ജയിക്കാൻ നോക്കിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പൊതു പബ്ലിക്കിലുള്ള ആളുകൾ എന്നോട് പറയണ്ടായി, എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതിന് ഒരു മറുപടി പറയാതിരുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാൻ നല്ല മറുപടി ആ സമയത്ത് തന്നെ കൊടുത്തതാണ്. ഇവരുടെ ഒരു കപട നയം വെച്ചിട്ട് അത് കട്ട് ചെയ്ത് മാത്രം വിട്ടതാണ്. ആര് കട്ട് ചെയ്താലും എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ തിരൂരിൽ, പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ ഈ 5 വർഷക്കാലം നമ്മൾ ചേർത്ത് നിർത്തിയ ഒരുപാട് പേരുണ്ട്. അവർക്കിടയിലേക്ക് എന്നെ ഒരു അഴിമതിക്കാരിയാക്കി ഇട്ട് കൊടുത്തിട്ട് ഗഫൂർ പോവാന്ന് കരുതണ്ട. ഞാൻ ഈ ജനങ്ങളെ മുന്നിൽ എന്റെ സത്യസന്ധത തെളിയിച്ചിട്ടേ പോവുള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ. അയാൾ പറയാണ് മുനിസിപ്പാലിറ്റിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ പിൻവലിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 20 ലക്ഷം രൂപ പിൻവലിക്കണമെങ്കിൽ ഒരു നഗരസഭാ ഓഫീസിൽ നിന്ന് 20 ലക്ഷമല്ല 1000 രൂപ പോയിട്ട് 100 രൂപ പിൻവലിക്കണമെങ്കിൽ ഇവിടെയുള്ള ജീവനക്കാർക്കും ഇവിടെയുള്ള കൗൺസിലർമാർക്കും അറിയാം. ഇദ്ദേഹം ഒരു തവണ പോലും കൗൺസിലർ ആയിട്ടില്ല എന്നുള്ളത് വേറൊരു ഖേദകരമായ കാര്യമാണ്. ഇതിനെക്കുറിച്ച് പഠിക്കാതെ ഇയാളെ പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പഠിക്കാതെ എന്തെങ്കിലുമൊക്കെ വിടുവായത്തം വിളിച്ചു പറയാന്ന് പറയുമ്പോൾ അതിൽ പ്രയാസം. മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ അറിയാതെ 20 ലക്ഷം രൂപ പിൻവലിച്ചു. കേസ്മാർട്ട് പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നഗരസഭയാണ് തിരൂര്. ഏതൊരു 1000 രൂപ ചെലവാക്കാനും 100 രൂപ ചെലവാക്കാനും 1 ലക്ഷം രൂപ ചെലവാക്കാനും അത്രയധികം ക്ലർക്കുമാരിലൂടെ കടന്നു വന്ന് സൂപ്രണ്ടുമാർ വഴി സെക്രട്ടറി വഴി ഏറ്റവും ഫൈനലാണ്. അത് എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയിട്ടാണ് ഫൈനൽ എൻ്റെ അടുത്തത്. അല്ലാതെ ഒരു ചെയർപേഴ്സന്റെ പോയിട്ട് അവിടെ കുറെ കാശിരിക്കുന്നുണ്ട്, ഒരു 4 കോടി അക്കൗണ്ടിലുണ്ട്, അതിങ്ങനെ എടുത്തു കൊണ്ടുപോകാനൊന്നും പറ്റൂല എന്ന് പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കണം. നിങ്ങൾ 2 തവണ മത്സരിച്ച് തോറ്റു എന്നല്ലാതെ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് വ്യക്തമായൊരു ധാരണ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ടവർ അറിയാതെ ഇതിങ്ങനെ 20 ലക്ഷം കാണാതായി എന്നൊക്കെ നിങ്ങളെ പോലുള്ള ഒരു വലിയൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ പറയുമ്പോൾ തീർച്ചയായും ലജ്ജ തോന്നുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാല് കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ തിരൂർ നഗരസഭാ ഭരണസമിതിയിൽ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ്. അയാൾ 2.5 വർഷം ചെയർമാൻ ആയ ആളാണ്. അദ്ദേഹം അവർക്കറിയാം അഡ്വക്കേറ്റ് എസ് ഗിരീഷിനെ അറിയാത്തൊരു കാര്യമില്ല. കാരണം ഓരോ ഫയലുകളും ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുണ്ടോ എന്ന് ഓരോ ഫയലുകളും അദ്ദേഹം തലനാഴിഴകേറി പരിശോധിച്ചിട്ടാണ് കൗൺസിലിലേക്ക് വരാറ്. നിങ്ങൾ എല്ലാ കൗൺസിലുകളും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്തൊരു ചെറിയ കാര്യമാണെങ്കിലും അതിൽ തുഴഞ്ഞ് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കൗൺസില് നിങ്ങൾക്കറിയാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത്രയും ആത്മാർത്ഥത്തോടെ സിൻസിയറായി പണിയെടുത്തതിന്റെ റിസൾട്ട് നാളെ അവൾ അറിയാൻ പോവുകയാണ്. പക്ഷെ അതിന് പകരം 4 വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അതും എന്നെ പോലെ ഒരാളെ സംബന്ധിച്ച്, എന്നെ പോലെ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്താണെന്നുള്ളത് പരിശോധിക്കണമെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ അടുത്ത് എല്ലാ അധികാരവും ഉണ്ട്. ഞാൻ എന്തൊക്കെ ചെയ്തു, എങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെ അറിയാൻ. 20 ലക്ഷം രൂപയുടെ അഴിമതി തിരൂർ നഗരസഭയുടെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ച് പറയുന്നു, അങ്ങനെ ഒരു സംഭവം, ആ 20 ലക്ഷം രൂപ എവിടെ എന്ന്, അല്ലെങ്കിൽ അതിന്റെ ഒരു സംവിധാനം കണ്ടെത്തി തരാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുന്ന പോലെ അനുസരിക്കും. കാരണം എന്താണെന്നറിയോ, ഇത്ര വലിയ ഒരു വിഡ്ഢിത്തം വിളിച്ച് പൊതുജന മധ്യത്തിൽ പറയാന്നുള്ളത് എനിക്ക് ലജ്ജ തോന്നും. ഞാൻ ഒരിക്കലും അത് വിടാൻ പോണില്ല. ഞാൻ നിങ്ങളോട് വീണ്ടും പറയാണ്, നിങ്ങൾ വിജിലൻസിനെ വിട്ട് അന്വേഷിച്ചിട്ട് ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഈ ക്രമക്കേടുണ്ട്, ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയാതെ എടുത്ത് കൊണ്ടുപോയി എന്ന് നിങ്ങൾ പറയുന്ന കാര്യം ഉണ്ടല്ലോ, തീർച്ചയായും സുഹൃത്തെ അത് കണ്ടുപിടിക്കാതെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് പൊട്ടത്തരാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് ആ 20 ലക്ഷത്തിന്റെ കണക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് പോകണമെന്ന് ഞാൻ അറിയിക്കുകയാണ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry.